Good afternoon. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അല്ലേ? കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റില് ഇമ്പോർട്ടന്റ് അസംഷൻ ആൻഡ് കൺസേൺ ബിഹൈൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആർ ആസ് ഫോളോസ് അല്ലെ? ആ ഒരു ഭാഗമല്ലേ എടുത്തു നിർത്തിയത്? 3 points പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഫസ്റ്റ് 3 points പറഞ്ഞില്ലേ? കംപ്ലീറ്റ് ആയില്ലേ ഇത്? ഓക്കെ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇമ്പോർട്ടന്റ് അസംഷൻസ് ആൻഡ് കൺസേൺ ബിഹൈൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട അസംഷൻസ് ആൻഡ് കൺസേൺസ് അല്ലെ, ആശങ്കകളും അനുമാനങ്ങളും ആണ് താഴെ പറയുന്ന ഓരോ പോയിന്റ്സ്. അതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സം പേഴ്സണൽ വേരിയബിൾസ് അല്ലെ? ഏതൊക്കെയാ? ഏജ്, ഹാബിറ്റ്, അവരുടെ ലെവൽ ഓഫ് മോട്ടിവേഷൻ, അതുപോലെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അവരുടെ മാനസികാവസ്ഥ മുതലായ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തിയേക്കാം. അതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ഡ്രോബാക്സ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ്. എപ്പോഴും നമ്മുടെ പോരായ്മകൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം അല്ലെങ്കിൽ കണ്ടെത്തണം അല്ലെ? അത് കണ്ടെത്തിയാൽ മാത്രം പോരാ. ഫീഡ്ബാക്ക് ആൻഡ് കൗൺസിലിംഗ് ടു ജൂനിയർ കൊളീഗ്സ്, മെൻഷനിങ് ദ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് അപ്ലൈയിങ് suitable HRD instruments to overcome the drawbacks are essentially required. എപ്പോഴും പോരായ്മകൾ കണ്ടെത്തിയാൽ മാത്രം പോരാ. നമ്മുടെ ജൂനിയർ കൊളീഗ്സ് ആയിക്കോട്ടെ, കാണുന്നില്ലേ? ഒരാൾക്ക് മാത്രമാണോ പ്രോബ്ലം ഉള്ളത്? ഓക്കെ ആണോ? ഓഡിയോ ആൻഡ് വീഡിയോ ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ സരികയുടെ അവിടെ എന്തെങ്കിലും ചെറിയ നെറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടായിരിക്കും കിട്ടാത്തത്. ഒന്ന് ലെഫ്റ്റ് ആയിട്ടൊന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, നമ്മൾ സെക്കൻഡ് പോയിന്റ് പറയാണ്, ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. സെക്കൻഡ് പോയിന്റിൽ എന്താണ് പറഞ്ഞത്? ഡ്രോബാക്സ് അല്ലെ? അവിടെ പോരായ്മകളെ നമ്മൾ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, അതിനനുസരിച്ച് കൃത്യമായിട്ട് നമ്മുടെ ജൂനിയർ കൊളീഗ്സിന് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകളും കൗൺസിലിങ്ങുകളും ഒക്കെ അവിടെയുള്ള ആ ഒരു പോരായ്മകള് എന്ത് ചെയ്യാൻ വേണ്ടി? ഓവർകം ചെയ്യാൻ വേണ്ടി അല്ലെ? അങ്ങനെ ആ പോരായ്മകൾ ഓവർകം ചെയ്യാൻ വേണ്ടി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പൊ ക്വസ്റ്റ്യനെയേഴ്സ് ആവാം, ആ പോരായ്മകൾ കണ്ടെത്താൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യനെയേഴ്സ് യൂസ് ചെയ്യാം, അതുപോലെ പല സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ കൊണ്ടുവരാം, സെൽഫ് ഇവാലുവേഷൻസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഏത് മേഖലയിലാണ് നമ്മുടെ ഒരു ഡ്രോബാക്സ് അല്ലെങ്കിൽ പോരായ്മകൾ ഉള്ളത്, അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള മെത്തേഡുകൾ അപ്ലൈ ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. തേർഡ് പോയിന്റ് പറയുന്നത്, ഇൻ അഡീഷൻ ടു ദ മെത്തഡോളജി ഓഫ് അച്ചീവ്മെന്റ് there must be specific objectives and goals required to be achieved. അപ്പൊ എപ്പോഴും നമ്മുടെ ഈ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ എന്ത് കാര്യം നമുക്ക് നേടിയെടുക്കണമെങ്കിലും അതുമായി ബന്ധപ്പെട്ട മെത്തേഡുകളോടൊപ്പം തന്നെ അതിനു വേണ്ടിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. അതിലൂടെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നത്. എപ്പോഴും എന്തൊരു കാര്യം നേടിയെടുക്കുമ്പോഴും അതിന്റെ രീതിയിൽ എന്ത് ചെയ്യണം? ആ ഒരു മെത്തഡോളജി അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാം, അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഗോൾസും അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സും ഗോൾസും അവര് നേടിയെടുക്കാൻ ശ്രമിക്കുകയും അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ മെയിൻ ഗോൾ അല്ലെങ്കിൽ ആ ഒരു മെയിൻ ലക്ഷ്യം നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാനും സാധിക്കുന്നു. ഈ മൂന്നെണ്ണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ,
Fourth point, there always exists a gap between required performance level and the capacity of an individual. But നമുക്കറിയാം എപ്പോഴും നമ്മൾ ഒരു എംപ്ലോയിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു റിക്വയർഡ് പെർഫോമൻസ് ലെവൽ ഉണ്ട് അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു എംപ്ലോയി നമ്മളൊരു ജീവനക്കാരനെ ഒരു ജോലിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലിയിലേക്ക് എടുക്കുമ്പോൾ അവര് ചെയ്യേണ്ട ഒരു റിക്വയർഡ് പെർഫോമൻസ് ലെവൽ ഉണ്ട്. ശരിയല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ലെവൽ ഉണ്ട് അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് ലെവൽ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് പ്രകടന നിലവാരം അവർക്ക് ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് അനുമാനം ഉണ്ടായിരിക്കും. ശരിയല്ലേ? അതുപോലെ ആൻഡ് ദ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, എന്നാൽ അവരുടെ കഴിവ് ചിലപ്പോ വ്യത്യസ്തമായിരിക്കാം അല്ലേ? എല്ലാ ആളുകൾക്കും ഒരേ കഴിവല്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് ലെവൽ ചിലപ്പോ അവർ കാഴ്ചവെക്കുന്നുണ്ടാവില്ല. അവരുടെ കഴിവ് അത്രയും ചിലപ്പോ ഉയർത്തി അല്ലെങ്കിൽ അത്രയും ഹയർ ആയിരിക്കില്ല. അവിടെ ഗ്യാപ്പ് ഉണ്ടാവും. ശരിയാണോ? ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ? കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് ലെവലും അവർ ചെയ്യുന്ന അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ലെവലും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ? ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുക എന്നതാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. ആ ഗ്യാപ്പിനെ എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും? എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും? എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും? ആലോചിച്ചിട്ട് പറഞ്ഞു നോക്കിയേ, എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും? ആ ഗ്യാപ്പിനെ എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും? എന്താണ് മനസ്സിലായോ? ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. എന്തിനൊരു ഓപ്പർച്യൂണിറ്റി? ശരിയാണ്, ട്രെയിനിങ്ങുകൾ കൊടുക്കുക അല്ലെ? അങ്ങനെ പല പ്രോഗ്രാമുകൾ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിലൂടെയൊക്കെ അവരെ പങ്കാളികളാക്കി അവരുടെ ഓരോ കഴിവും സ്കില്ലും നോളജും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മൾ എന്താണോ അവരിൽ നിന്ന് ഏതൊരു പെർഫോമൻസ് ലെവലാണോ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു പെർഫോമൻസ് ലെവലിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും അല്ലെ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. അപ്പൊ ഫോർത്ത് പോയിന്റ് എന്താ പറയുന്നത്? there always exists a gap between required performance level and the capacity of an individual. എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരേ കപ്പാസിറ്റി അല്ല അല്ലെ? അവർക്ക് ഒരേ കഴിവല്ല ഉള്ളത്. അപ്പൊ അവരുടെ കഴിവും നമുക്ക് ആവശ്യമായിട്ടുള്ള പെർഫോമൻസ് ലെവലും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ? ആ ഒരു വ്യത്യാസം ഉണ്ടാവുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും? മാനേജ്മെന്റ് must fill the gap to provide an opportunity for improvement. അപ്പൊ അവിടെ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ വ്യത്യാസം ഇല്ലാതെയാക്കണമെങ്കിൽ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി അവർക്ക് എന്തിനുള്ള അവസരം കൊടുക്കണം? ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള പല അവസരങ്ങൾ അവർക്ക് നൽകുക. അപ്പൊ അങ്ങനെ അവസരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് നൽകുമ്പോൾ ഇതുപോലെയുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളൊക്കെ അതിൽ പങ്കാളികളാവാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകുമ്പോൾ ആ ഒരു ഗ്യാപ്പ് അവിടെ നിന്ന് മാറി ആ ഒരു ഡിഫറൻസ് അവിടെ ഇല്ലാതെ അവരെ ആ എംപ്ലോയീസിൽ നിന്നും എന്താണ് ഒരു സ്ഥാപനം പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ് ലെവല് അതേ രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ആര് കേപ്പബിൾ ആവും? അവരുടെ എംപ്ലോയീസ് കേപ്പബിൾ ആവുന്നു. ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ് മനസ്സിലായോ? Okay. Then fifth point, in a work situation, growth involves stresses and strains. Then development can seldom take place in a completely peaceful atmosphere. But in a work situation, നമുക്കൊരു വളർച്ച ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ എംപ്ലോയീസിനും ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിൻസിലൂടെ ഒക്കെ കടന്നുപോയതുകൊണ്ടായിരിക്കും അല്ലെ? അതിലൂടെയാണ് നമുക്കൊരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുമോ? ഇല്ല. സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു വർക്ക് പ്ലേസിൽ നിന്ന് കിട്ടുന്ന സ്ട്രെസ്സും സ്ട്രെയിൻസും അല്ലെ എക്സ്പീരിയൻസുകൾ വർദ്ധിക്കുന്നതിലൂടെയാണ് നമ്മൾ ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടാതെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാൻ സെൽഡം ടേക്ക് പ്ലേസ് ഇൻ എ കംപ്ലീറ്റ്ലി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. പക്ഷെ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാവാം? പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൂടെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു ഗ്രോത്ത് ഉണ്ടാവുക, ഒരു കരിയറുമായി ബന്ധപ്പെട്ട ഒരു വളർച്ച ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? കുറെ സ്ട്രെസ്
സ്ട്രെസ്സും സ്ട്രെയിൻസും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ട് തന്നെയാണ് ആ ഒരു കരിയറിലുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അതേസമയം ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് പതുക്കെ ഓരോരുത്തരിലും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെന്റ് നമുക്ക് വളരെ പൂർണ്ണമായിട്ടും പീസ്ഫുള്ളി നമുക്ക് ആ ഒരു അന്തരീക്ഷത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നടത്തിയെടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും. Then sixth point il parayunnathu, an executive requires development throughout his work life and his professional career. Appo namukkariyam oru executive allengi oru manager level ulla aalukalkku അവർക്ക് എപ്പോഴും ഡെവലപ്മെന്റ് ആവശ്യമാണ്. കാരണം ത്രൂ ഔട്ട് ഹിസ് വർക്ക് ലൈഫ്, അവര് ജോലി ചെയ്യുന്ന കാലത്തോളം വർക്ക് ലൈഫ് അവരുടെ പ്രൊഫഷണൽ കരിയറുമായി ബന്ധപ്പെട്ട് അവർക്ക് ഡെവലപ്മെന്റ് വളരെ അത്യാവശ്യമാണ് അല്ലെ. ഓരോ കാലഘട്ടങ്ങളിലും വരുന്ന മാറ്റങ്ങളെ കുറിച്ചായിക്കോട്ടെ, പുതിയ പുതിയ എംപ്ലോയീസ് വരുമ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്നതിലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു ഡെവലപ്മെന്റ് ആവശ്യമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ നെവർ എൻഡിങ് ആക്ടിവിറ്റി. ഇപ്പോൾ ഒരു മാനേജ്മെന്റിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു മാനേജേഴ്സിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് ആക്ടിവിറ്റിയാണ്. ഒരിക്കലും അവിടെ നിലയ്ക്കുന്ന അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഉള്ള അല്ലെങ്കിൽ സ്റ്റോപ്പ് ഇടുന്ന ഒരു ആക്ടിവിറ്റി അല്ല. അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന നെവർ എൻഡിങ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഓരോ കാലഘട്ടത്തിലെയും മാറ്റങ്ങൾ അനുസരിച്ച് ഇവരിലും മാറ്റങ്ങൾ ഉണ്ടാവണം അല്ലെ. മുൻപുള്ള മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജേഴ്സ് പെർഫോം ചെയ്യുന്നത് പോലെ ആയിരിക്കും പുതിയതായിട്ട് ഇപ്പൊ കാലഘട്ടത്തിലെ മാനേജേഴ്സ് ആണോ? ഓരോ കാലഘട്ടത്തിലെയും വ്യത്യാസങ്ങൾ അല്ലെ, അതിനനുസരിച്ചുള്ള പുതിയ പുതിയ ട്രെൻഡ്സിനനുസരിച്ചാണ് ഇപ്പൊ മാനേജേഴ്സ് വർക്ക് ചെയ്യുന്നത്. ശരിയല്ലേ? മുൻപ് എങ്ങനെയായിരുന്നു? അവരൊരു കാര്യം ഒബേ ചെയ്യും അല്ലെങ്കിൽ അവരൊരു കാര്യം ഓർഡർ ചെയ്യും, അത് മാത്രമേ നമ്മുടെ കീഴിലിരിക്കുന്ന ആളുകള് നമ്മൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതായിരുന്നു അല്ലെ. മുപ്പത്തി മറ്റൊരു കമ്പനിയായിരുന്നു. അതേസമയം ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ എല്ലാ മാനേജേഴ്സും കുറച്ചുകൂടി അവിടുത്തെ എംപ്ലോയീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് സഹകരിക്കാനും അതുപോലെ തന്നെ അവരുടെയും കൂടി ഒപ്പീനിയൻസ് ഒരുമിച്ചെടുത്ത് ഷെയർ ചെയ്യാനും ഒരുമിച്ചൊരു ഫ്രണ്ട്സിനെ പോലെ അല്ലെ, എന്നാൽ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഓരോ കാലഘട്ടത്തിലും വരുന്ന വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അവരുടെ വർക്ക് ലൈഫിൽ ആർക്കുണ്ടായിരിക്കണം? മാനേജേഴ്സിന് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവുകൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്രക്രിയയിലൂടെ അവർ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇത് എപ്പോഴും എന്താണ്? നെവർ എൻഡിങ് ആക്ടിവിറ്റി. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് ആ നെവർ എൻഡിങ് ആക്ടിവിറ്റി ആയെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ സെവൻത് പോയിന്റില് ഗ്രോത്ത് കനോട്ട് ഒക്കർ വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തിലും ഉൾപ്പെടുന്നില്ല. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, നമ്മൾ അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കാളികളാവുന്നില്ല, യാതൊരുവിധ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിലും പങ്കാളികളാവുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ അതിന്റെ വ്യക്തിയുടെ ഗ്രോത്ത് ഉണ്ടാവുമോ? അവർ ഏത് പൊസിഷനിൽ ഇരിക്കുന്നോ അല്ലെങ്കിൽ വന്ന സമയത്ത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇരിക്കുക അല്ലെ. ആണോ? ആ ഒരു ഗ്രോത്ത് ഈ പറയുന്ന പ്രോഗ്രാംസിൽ ഇൻവോൾവ് ആവാതെ അല്ലെങ്കിൽ പങ്കാളികളാവാതിരിക്കുന്ന വ്യക്തികൾക്ക് ഗ്രോത്ത് ഉണ്ടാകുമോ? അവരുടെ ആ ഒരു കരിയറില് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട ഒരു വളർച്ച അവർക്ക് സാധ്യമാണ് അല്ല അല്ലെ. അതാണ് പറയുന്നത് ഗ്രോത്ത് കനോട്ട് ഒക്കർ വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അപ്പൊ അവരുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമുകളിലുള്ള അവരുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പങ്കാളിത്തം ഇല്ലെങ്കിൽ ഒരിക്കലും അവരുടെ ആ ഒരു കരിയറുമായി ബന്ധപ്പെട്ട ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച സാധ്യമല്ല. അപ്പൊ 4 പോയിന്റ്സ് ഫോർത്ത് വൺ തുടങ്ങിയാണ് നമ്മൾ പറഞ്ഞത്. ഫോർത്ത് വണ്ണിൽ എന്താ പറഞ്ഞത്? അവിടെ ഇൻഡിവിജ്വൽസിനും കപ്പാസിറ്റി അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന അവരുടെ പെർഫോമൻസ് ലെവൽ ഉണ്ട് അല്ലെ, അതിനാവശ്യമായിട്ടുള്ള പെർഫോമൻസ് ലെവൽ ഉണ്ട്. അത് തമ്മിലൊരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ അവർക്ക് എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം? ഇംപ്രൂവ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങൾ നൽകണം. ദെൻ ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വർക്ക് സിറ്റുവേഷനിൽ വളർച്ച ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതായത് കുറേയധികം സ്ട്രെസ് സ്ട്രെയിൻസിലൂടെ ഒക്കെ കടന്നു പോയിട്ടായിരിക്കും ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കംപ്ലീറ്റ്ലി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സിക്സ്ത് പോയിന്റിൽ പറഞ്ഞത് ഒരു എക്സിക്യൂട്ടീവ് റിക്വയർമെന്റ്, ഒരു എക്സിക്യൂട്ടീവ്സിന് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ലെവലിലുള്ള ആളുകൾക്ക് അവരുടെ വർക്ക് ലൈഫില് അവരുടെ പ്രൊഫഷണൽ കരിയറുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ് എപ്പോഴും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഡെവലപ്മെന്റ് വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളിലും അവർ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കണം.
പഠിക്കണം. അതിനനുസരിച്ച് ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇസ് എ നെവർ എൻഡിങ് ആക്ടിവിറ്റി. ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരിക്കലും അതിനൊരു സമാപ്തി ഇല്ലാത്ത ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമുകളിലോ ട്രെയിനിങ്ങിലോ ഒക്കെ ഇൻവോൾവ് ആകുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ്, ഒരു പങ്കാളികളാവുമ്പോൾ അല്ലെങ്കിൽ അത് പങ്കെടുക്കുമ്പോഴാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നത്. അല്ലാത്ത പക്ഷം ഒരിക്കലും ആ ഒരു വളർച്ച സാധ്യമാക്കുകയുമില്ല. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഇത് ഇൻക്ലൂഡഡ് ആയ രീതി അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത രീതി എന്ന രീതിയിലായിരിക്കട്ടെ ക്വസ്റ്റ്യൻ. ആ ഒരു 6th പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മിസ് നേരത്തെ പറഞ്ഞല്ലോ, 6th പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ്. അതിന്റെ ഡെഫിനിഷൻ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ് അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റ് എന്നാൽ എന്താണ്? ആദ്യം ഫസ്റ്റ് പോയിന്റ് എന്നൊന്ന് അണ്ടർലൈൻ ചെയ്യാം. Performance management is a corporate management tool that helps managers observe and analyze employees' work. Underline ചെയ്തിട്ടേ. Performance management എന്ന് പറഞ്ഞാൽ is a corporate management tool. എന്തിനു വേണ്ടി സഹായിക്കുന്ന ഒരു ടൂൾ ആണ്? Helps managers observe and analyze employees' work. അവരുടെ കീഴിലുള്ള എംപ്ലോയീസിന്റെ വർക്ക് അല്ലെങ്കിൽ അവരുടെ ജോലി നിരീക്ഷിക്കാനും കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യാൻ അല്ലെ കൃത്യമായിട്ട് അത് വിശകലനം ചെയ്യാനും വേണ്ടി മാനേജേഴ്സിനെ സഹായിക്കുന്ന ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. Then performance management aim is to create an environment where people can perform to the best of their abilities to produce the highest quality work most efficiently and effectively. അണ്ടർലൈൻ ചെയ്തിട്ട് സെക്കൻഡ് സെന്റൻസ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് an environment. എങ്ങനെയുള്ള അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Where people can perform to the best of their abilities. അവരുടെ മാക്സിമം അല്ലെ അവരുടെ മികച്ച കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് പെർഫോം ചെയ്യുക അല്ലെ പ്രവർത്തിക്കുക. എന്തിനു വേണ്ടി? ടു പ്രൊഡ്യൂസ് ദ ഹൈയസ്റ്റ് ക്വാളിറ്റി ഓഫ് വർക്ക് മോസ്റ്റ് എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. വളരെ ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും ഉയർന്ന ഗുണനിലവാരത്തിലുള്ള വർക്ക് അല്ലെങ്കിൽ നല്ല ഹൈയസ്റ്റ് ക്വാളിറ്റിയിലുള്ള വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ അവരുടെ ബെസ്റ്റ് എബിലിറ്റീസ് അവരുടെ ഏറ്റവും നല്ല പരമാവധി അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പൊ 2 പോയിന്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് എ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ ദാറ്റ് ഹെൽപ്സ് ദ മാനേജേഴ്സ് ഒബ്സർവ് ആൻഡ് അനലൈസ് എംപ്ലോയീസ് വർക്ക്.
അവരുടെ കീഴിലുള്ള, അതായത് മാനേജേഴ്സിന് അവരുടെ കീഴിലുള്ള എംപ്ലോയീസിന്റെ വർക്ക് അല്ലെ, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അവർ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, അതെല്ലാം കൃത്യമായിട്ട് നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനുമായിട്ടുള്ളൊരു, അതിന് സഹായിക്കുന്ന ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ്, എങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. where people can perform to the best of their abilities, അവരുടെ, അതായത് അവരുടെ കീഴിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടോ അവർ അവരുടെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഹൈ ക്വാളിറ്റി വർക്ക് അല്ലെ, ഹൈ ക്വാളിറ്റിയിലുള്ള വളരെ കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് നൽകുക എന്നതാണ് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ആ രണ്ട് പോയിന്റ്സും? ഓക്കെ ആണോ? Okay. Then next sentence നോക്കാം. A formal performance management program enables managers and employees to see eye to eye about expectations, goals and career progress, along with how an individual's work aligns with the company's overall vision. എന്താണ് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാമില് അത് ആരെയൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരെയൊക്കെ പ്രാപ്തരാകുന്നു? That enable managers and employees, മാനേജറെയും എംപ്ലോയീസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? see eye to eye about expectation, അതായത് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ആ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടേഷൻ എന്താണ് അല്ലെ, പെർഫോമൻസുമായി ബന്ധപ്പെട്ട എക്സ്പെക്ടേഷൻ എന്താണ്, അവരുടെ ആ ഒരു പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഗോൾ എന്താണ്, അതുപോലെ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട പുരോഗതികള്, along with how an individual work aligns with the company's overall vision, ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള ആ ഒരു വിഷനുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ പെർഫോം ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെ കുറിച്ചും അതൊക്കെ ഈ ഒരു ഫോർമൽ ആയിട്ടുള്ള പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാമിലൂടെ കിട്ടുകയും ആ മാനേജേഴ്സിനെയും എംപ്ലോയീസിനെയും അതിലേക്ക് പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഫോർമൽ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാമിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഒരു മാനേജർക്കായിക്കോട്ടെ എംപ്ലോയീസിനായിക്കോട്ടെ രണ്ടു കൂട്ടരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവർക്ക് രണ്ടു കൂട്ടർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു വിഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എങ്ങനെ അതിനോട് യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ ആ ഒരു കമ്പനി ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ആ ഒരു കമ്പനിയുടെ ഗോൾ എന്താണ്, ആ ഒരു കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതി നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഇതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് ആ മാനേജേഴ്സിനെയും അതുപോലെ എംപ്ലോയീസിനെയും പ്രാപ്തമാക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ജനറലി പെർഫോമൻസ് മാനേജ്മെന്റ് വ്യൂസ് ഇൻഡിവിജ്വൽസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ബ്രോഡർ വർക്ക് സ്പേസ് സിസ്റ്റം. ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് എപ്പോഴും അവരുടെ വർക്ക് സ്പേസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ്. ഒരു വിശാലമായിട്ടുള്ള ഒരു വർക്ക് സ്പേസ് സംവിധാനം അവർക്കുണ്ടെങ്കിൽ അതിന്റെ വീക്ഷണത്തോടു കൂടിയാണ് ഒരു ഇൻഡിവിജ്വലിനെ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് വ്യൂ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എൻവയോൺമെന്റ്, വർക്ക് എൻവയോൺമെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ വർക്ക് പ്ലേസ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അവരുടെ വർക്ക് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് നോക്കി കാണുന്നത്. ഇപ്പൊ നോക്കി പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ് എന്ന് നമ്മൾ ആദ്യം പറയണം. ഇതൊരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂളാണ്. എന്തിനു വേണ്ടി സഹായിക്കുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂളാ? മാനേജേഴ്സിന് അവരുടെ എംപ്ലോയീസിന്റെ വർക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാനും അത് വിശകലനം ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂളാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നല്ല അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? അവരുടെ എംപ്ലോയീസിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി. എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാനാ? അവരുടെ എല്ലാ കഴിവുകളും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് വളരെ കാര്യക്ഷമമായിട്ടും ഫലപ്രാപ്തിയിലും ഒരു ഹൈ ക്വാളിറ്റി വർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു ഫോർമൽ ആയിട്ടുള്ള
ആയിട്ടുള്ള ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം മാനേജേഴ്സിനെയും എംപ്ലോയീസിനെയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അവർ ആ ഒരു സ്ഥാപനം അവരിൽ നിന്ന് ആ ഒരു ഓവറോൾ വിഷൻ, ആ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു വിഷൻ അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് യോജിച്ചു നിന്ന് പ്രവർത്തിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു കമ്പനിയുടെ എക്സ്പെക്ടേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ, ഗോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ആ മാനേജേഴ്സിനെയും എംപ്ലോയീസിനെയും പ്രാപ്തരാക്കുന്ന ഒന്നുകൂടിയാണ് ഈ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എപ്പോഴും പൊതുവായിട്ട് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് എപ്പോഴും ഇൻഡിവിജ്വൽസിനെ വ്യൂ ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? അവരുടെ വർക്ക് പ്ലേസ് സംവിധാനത്തിന്റെ വിശാലത. അപ്പൊ അവരുടെ വർക്ക് പ്ലേസ് സംവിധാനം നമ്മൾ പറഞ്ഞു ഓൾറെഡി നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു നല്ല എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ നൽകുകയാണെങ്കിൽ അവരെങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക, അതിനനുസരിച്ചുള്ള ഒരു വ്യൂ പോയിന്റിലൂടെയാണ് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു 2 പാരഗ്രാഫ്. ക്ലിയർ ആണോ? ഓക്കെ. പെർഫോമൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. കോൺസെപ്റ്റും ഒബ്ജക്റ്റീവ്സും ആണ് കേട്ടോ നെക്സ്റ്റ് പറയുന്നത്. നമ്മൾ ആദ്യം ഡെഫിനിഷൻ ആയിരുന്നു പറഞ്ഞത്, അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് കോൺസെപ്റ്റ് ആണ്. Concept as a communication system, it is designed to assist employees in succeeding. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം കൂടിയാണ്. അവിടെ ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? മാനേജേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം തന്നെയാണ്. ഇതിലൂടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം പ്രധാനമായിട്ടും എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നു? ഇറ്റ് ഈസ് ഡിസൈൻ ടു അസിസ്റ്റ് എംപ്ലോയീസ് ഇൻ സക്സീഡിങ്. അല്ലെ, ഒരു എംപ്ലോയീസിന്റെ സക്സീഡ് ചെയ്ത് അവരുടെ സക്സസ്ഫുൾ അല്ലെ അവരുടെ വിജയത്തിനായിട്ട് സഹായിക്കുന്ന രീതിയിൽ രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് ശരിക്കും പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് റിക്വയർസ് ഡയറക്ഷൻ ഫ്രം ദ എൻഡ് ഓഫ് മാനേജേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ബട്ട് ഓൾസോ റിക്വയർ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് ദ എംപ്ലോയീസ്. ഇവിടെ എപ്പോഴും ഒരു ഡയറക്ഷൻ മാത്രമല്ല ആവശ്യമായിട്ടുള്ളത് അല്ലെ. ഒരു എംപ്ലോയിക്ക് അവരുടെ മാനേജറിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മാത്രം കിട്ടിയാൽ പോരാ, ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആരാക്റ്റീവായിട്ട് പരിശ്രമിക്കണം അല്ലെങ്കിൽ ആരാക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യണം അതില് ആ എംപ്ലോയീസ് അല്ലെ. എന്നാൽ മാത്രമല്ലേ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഒരു മാനേജറിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് സൂപ്പർവൈസറിൽ നിന്ന് നല്ല നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇന്ന രീതിയിൽ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ഇന്നതാണ് നമ്മുടെ ഗോള്, അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഇന്നത്തെ ചെയ്യണം എന്ന് അവരിൽ നിന്ന് ഡയറക്ഷൻ കിട്ടിയാൽ മാത്രം പോരാ, അത് നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടത് ആരാണ്? ആ എംപ്ലോയീസ് ആണ് അല്ലെ. അപ്പൊ അവരുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ആണ് അതിൽ വേണ്ടത്. മനസ്സിലായോ? അപ്പൊ നോക്കിയേ, ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്? ആസ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന നിലയിൽ ഇറ്റ് ഈസ് ഡിസൈൻ ടു അസിസ്റ്റ് എംപ്ലോയീസ് ഇൻ സക്സീഡിങ്. ഒരു എംപ്ലോയിയുടെ സക്സസ് അല്ലെങ്കിൽ വിജയത്തിന് വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ആശയവിനിമയ സംവിധാനം കൂടിയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് റിക്വയർസ് ഡയറക്ഷൻ. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ
കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിലും അതിലൂടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന്റെ ഭാഗത്തു നിന്നും ഡയറക്ഷൻസ് മാത്രം കിട്ടിയാൽ പോരാ അല്ലെ, മറിച്ച് എന്താണ്, ബട്ട് ഓൾസോ റിക്വയർസ് ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് ദ എംപ്ലോയീസ്. അത് എംപ്ലോയീസിന്റെ സജീവമായിട്ടുള്ള ഒരു ഇടപെടലിന് വേണ്ടി അതുകൊണ്ട് ഉണ്ടായാൽ മാത്രമേ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. Then it makes sure that employees are informed about their key job functions. അപ്പൊ എപ്പോഴും കുറച്ച് നന്നായിട്ട് ഇവര് പെർഫോം ചെയ്യണമെങ്കിൽ ആ എംപ്ലോയീസിന് എന്തൊക്കെ കാര്യങ്ങൾക്കുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണം, അവരുടെ പ്രധാനപ്പെട്ട കീ ജോബ് ഫങ്ഷൻസ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻസ് എംപ്ലോയീസിന് കൊടുത്തിരിക്കണം. ആൻഡ് അവെയർ ഓഫ് ദ പെർഫോമൻസ് ലെവൽ എക്സ്പെക്ടഡ്, അവരിൽ നിന്ന് ഏത് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കിയിരിക്കണം. ആൻഡ് ഗെറ്റ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ഓൺ ദെയർ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം. ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ട്രെയിനിങ്ങിനും ഡെവലപ്മെന്റിനുള്ള അവസരങ്ങൾ നൽകണം. And get rating on their performance. ഇനി അതിനുശേഷം അവരുടെ പെർഫോമൻസ് ലെവൽ എത്രത്തോളമാണെന്ന് റേറ്റ് ചെയ്യുക. ആൻഡ് റിവാർഡ് their own in just a fair manner, വളരെ ന്യായമായ രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട റിവാർഡുകൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പാരിതോഷികങ്ങൾ കൊടുക്കണം. ഇപ്പൊ എന്താണ് ഒരു കോൺസെപ്റ്റ്, ശരിക്കും ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുമ്പോൾ അവിടെ എംപ്ലോയീസിന് എന്ത് കിട്ടുന്നുണ്ട്, മാനേജ്മെന്റിൽ നിന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ച് പെർഫോം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പങ്കാളിത്തം നടത്തേണ്ടത് ആര് തന്നെയാണ്, ആ എംപ്ലോയീസ് തന്നെയാണ്. അപ്പൊ അതിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു പെർഫോമൻസ് റിസൾട്ട് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ ഇവിടെ എപ്പോഴും ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ ഈ ഒരു പെർഫോമൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തണം, അവിടെയുള്ള ഓരോ എംപ്ലോയീസിനും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കീ ജോബ് ഫങ്ഷൻസ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം, അവെയർ ഓഫ് ദ പെർഫോമൻസ് ലെവൽ എക്സ്പെക്ടഡ്, അവരിൽ നിന്ന് എന്ത് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് ബോധവാനാക്കലാക്കണം അല്ലെ, ഇന്ന ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ആ ഒരു മാനേജ്മെന്റ് അവരോട് പറയണം. അപ്പോഴാണ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ പരിശ്രമിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ഇന്നതാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യുക, അവരെ ബോധവാന്മാരാക്കുക. ആൻഡ് തേർഡ് വൺ, ഗെറ്റ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ഓൺ ദെയർ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ അവർക്ക് നൽകുക. അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങൾ നൽകുക. അതിനുശേഷം അവരുടെ പെർഫോമൻസ് എത്രത്തോളമാണെന്ന് റേറ്റ് ചെയ്യുക. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു ന്യായമായിട്ടുള്ള രീതിയിൽ അത് കണ്ടെത്തുകയും അവർക്ക് അതിനുള്ള റിവാർഡുകൾ അല്ലെങ്കിൽ പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയ കോൺസെപ്റ്റ്. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോട്ടെ, അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കെ. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഇട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആണ് objectives. The main objective of performance management is to ensure that the organization as a system and its subsystems work together in an integrated fashion for attaining optimum result or outcome.
നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റം അല്ലെ, ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് കീഴിലുള്ള എല്ലാ സബ് സിസ്റ്റംസും നന്നായിട്ട് ഒരുമിച്ച് ഒരുപോലെ സംയോജിതമായിട്ട് വർക്ക് ചെയ്താലല്ലേ നമുക്ക് നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം കിട്ടുള്ളൂ. ശരിയല്ലേ? ഒരു സ്ഥാപനം, ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ ഒരു ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റല് തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു സ്ഥാപനം, ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ബിസിനസ്, പർട്ടിക്കുലർ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് കീഴില് ഒരുപാട് സബ് സിസ്റ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ച് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അവിടെ എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്താലല്ലേ നമ്മളുടെ പ്രതീക്ഷ റിസൾട്ട് കിട്ടുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ പ്രതീക്ഷ ഒരു ഔട്ട്കം കിട്ടുള്ളൂ. ശരിയാണോ? അതിലൊന്നോ രണ്ടോ പേര് മാത്രം പരിശ്രമിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? എല്ലാവരും ഒരുമിച്ച് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ, ഒരു സംയോജിതമായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കംസ് കിട്ടുന്നത്. എന്താണ് റിപ്ലൈ ഇല്ലാതെ? ശരിയാണോ? അവര് മാനേജർ മാത്രം വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ മാത്രം വിചാരിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, അല്ലെ? ആ ഒരു മാനേജ്മെന്റിന് കീഴില് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ സംയോജിതമായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ആവശ്യമായിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം കിട്ടുക. ഇത് തന്നെയാണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു സെന്റൻസ്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ടു ensure that എന്തുറപ്പ് വരുത്തുക, the organization as a system, ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്, അതിനുള്ളിലെ എല്ലാ സബ് സിസ്റ്റംസും അല്ലെ, അതിന് കീഴിൽ വരുന്ന എല്ലാ സബ് സിസ്റ്റംസും എങ്ങനെ വർക്ക് ചെയ്യണം? വർക്ക് ടുഗദർ ഇൻ ആൻ ഇന്റഗ്രേറ്റഡ് ഫാഷൻ, ഒരുമിച്ച് ഒരുപോലെ സംയോജിച്ചുകൊണ്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഫോർ അറ്റൈനിങ് ഒപ്റ്റിമം റിസൾട്ട് ഓൺ ഔട്ട്കം, നമുക്ക് നല്ല മികച്ച റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കം കിട്ടണമെങ്കിൽ അതിന്റെ കീഴിലുള്ള ആ ഒരു സിസ്റ്റത്തിന് കീഴിലുള്ള എല്ലാ സബ് സിസ്റ്റംസും ഒരുപോലെ നന്നായിട്ട് ഒരുമിച്ച് സംയോജിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം എന്തിനാ നടത്തുന്നത്? മാനേജേഴ്സ് അല്ല, മാത്രമല്ല അവരുടെ കീഴിലുള്ള എല്ലാ എംപ്ലോയീസും നന്നായിട്ട് ഒരുമിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. അതിലൂടെ ആ ഒരു സ്ഥാപനത്തിന്റെ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് നല്ല രീതിയിലാക്കി മാറ്റാനായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ശരിക്കും ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അനലൈസ് ചെയ്തിട്ടോ? ചോദിക്കാറുണ്ട്. Then the major objectives of performance management are, ഒരു പെർഫോമൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റ് ലക്ഷ്യങ്ങളാണ് താഴെ പറയുന്നവ. First one ആണ് to enable the employees towards achievement of superior standards of work performance. അതായത് അവിടെയുള്ള എംപ്ലോയീസിന് ഒരു പെർഫോമൻസ് മാനേജ്മെന്റില് പങ്കാളികളാവുന്ന അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് ടുവേർഡ്സ് അച്ചീവ്മെന്റ് ഓഫ് സുപ്പീരിയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് വർക്ക് പെർഫോമൻസ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട പെർഫോമൻസില് അല്ലെ, ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട പെർഫോമൻസില് ഒരു സുപ്പീരിയർ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ഉയർന്ന നിലവാരം കൈവരിക്കുന്നതിന് ജീവനക്കാരെ പ്രാപ്തരാക്കുന്നു. എന്താണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാമില് പങ്കാളികളാവുന്ന ആളുകളാണെങ്കിൽ ആ എംപ്ലോയീസിന് എന്തിനുള്ള കഴിവ് കിട്ടുന്നുണ്ട്? ആ എംപ്ലോയീസിന് അവരുടെ ജോലിയുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട, അവരുടെ വർക്ക് പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഒരു ഉയർന്ന നിലവാരം കൈവരിക്കാനായിട്ട് ആ എംപ്ലോയീസിനെ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം പ്രാപ്തരാക്കുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇത് അവരുടെ വർക്ക് പെർഫോമൻസ് നല്ല ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ. മനസ്സിലായോ? അവര് എങ്ങനെയാണ് പെർഫോം ചെയ്തിരുന്നത്? മുൻപ് ചിലപ്പോൾ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമാവുമ്പോൾ അവര് അതിനുശേഷം അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്താൽ ആ എംപ്ലോയീസിന് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്? അവരെങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് ആ ഒരു വർക്ക് പെർഫോമൻസ് അവരുടെ നല്ല ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന നിലവാരം കൈവരിക്കാൻ അവരെ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം പ്രാപ്തരാകുന്നു. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ.
Second point, to help the employees in recognizing the knowledge and skills necessary for performing the job efficiently, and this would guide their focus towards performing the right task in the right way. എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്? ടു ഹെൽപ്പ് ദ എംപ്ലോയീസ് ഇൻ റെക്കഗ്നൈസിംഗ് ദ നോളജ് ആൻഡ് സ്കിൽസ് നെസസറി ഫോർ പെർഫോമിംഗ് ദ ജോബ്. അപ്പൊ അവരെന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി വളരെ എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നതിന് എന്തൊക്കെ അറിവുകളും കഴിവുകളുമാണ് വേണ്ടത് എന്ന് ആ എംപ്ലോയിക്ക് തിരിച്ചറിയാനായിട്ട് ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. And this would guide their focus towards performing the right task in the right way. അതുപോലെ തന്നെ ആ ഓരോ ജോലിയും ശരിയായ രീതിയിലും ശരിയായ വഴിയിലൂടെയും ചെയ്യാനായിട്ട് ആവശ്യമായ ഗൈഡൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളിലും ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ടു ഹെൽപ്പ് ദ എംപ്ലോയീസ് in recognizing the knowledge and skills necessary for performing the job efficiently. അവർ ചെയ്യുന്ന ജോലി വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നതിന് ആവശ്യമായി എന്തൊക്കെ അറിവുകളും സ്കില്ലുമാണോ വേണ്ടത് അതിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി നൽകാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അവരുടെ ജോലി നല്ല കാര്യക്ഷമമായിട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നോളജ് വേണം, എന്തൊക്കെ സ്കില്ല് വേണം എന്ന് ഓരോ എംപ്ലോയീസിനും ഇതിലൂടെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് വുഡ് ഗൈഡ് ദെയർ ഫോക്കസ് ടുവേർഡ്സ് പെർഫോമിംഗ് ദ റൈറ്റ് ടാസ്ക് ഇൻ ദ റൈറ്റ് വേ. അതുപോലെ തന്നെ ശരിയായ ജോലികള് ശരിയായ വഴിയിലൂടെ ചെയ്യുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും നമുക്ക് ഇതിലൂടെ ആ ഓരോ എംപ്ലോയീസിനും ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണോ സെക്കൻഡ് പോയിന്റ്? പിന്നെ ഇവനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മിസ് ചോദിക്കുന്നത്. ക്ലിയർ ആണെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോവാലോ. Then third point, enhancing the performance of the employees by encouraging employee employment motivation and implementation of an effective reward mechanism. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അല്ലെ, അവരുടെ എംപ്ലോയീസിന്റെ എൻഹാൻസിംഗ് ദ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസ് കുറച്ചുകൂടി മികച്ചതാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അതിനുവേണ്ടി അവരെ നല്ല രീതിയിൽ മോട്ടിവേഷൻസ് കൊടുക്കുക അല്ലെ. ഒരു മോട്ടിവേഷൻസ് കൊടുക്കുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് അവർക്കൊരു പ്രോത്സാഹനമാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. മോട്ടിവേഷൻസ്, ശരിയായിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് കാര്യക്ഷമമായിട്ടുള്ള ഒരു റിവാർഡ് മെക്കാനിസംസ് അവിടെ നടപ്പിലാക്കുകയും ചെയ്യുക. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് നല്ലൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഒരു റിവാർഡ് അവിടെ അവര് നടപ്പിലാക്കുകയാണെങ്കിൽ ആ എംപ്ലോയീസ് എന്ത് ചെയ്യും? അവിടെ ഫസ്റ്റ് ആ ഒരു റിവാർഡ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പാരിതോഷികങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് പെർഫോം ചെയ്യും അല്ലെ. ചെയ്യോ? അപ്പൊ അതിനോട് ആവോ? നല്ലൊരു മോട്ടിവേഷൻ കിട്ടാണ്. നിങ്ങൾക്ക് ഇന്ന രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന രീതിയിലുള്ള ഒരു റിവാർഡ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഓരോ സ്ഥാപനങ്ങളിലെയും ഓരോ മാസത്തെ അല്ലെങ്കിൽ ഒരു മന്തിലുള്ള ബെസ്റ്റ് പെർഫോമേഴ്സ് പറയാറുണ്ട് അല്ലെ. ഇയറിലുള്ള ബെസ്റ്റ് പെർഫോമേഴ്സ് പറയാറില്ലേ? ബെസ്റ്റ് പെർഫോമൻസ് ആരാണ്? അവർക്ക് അവാർഡുകളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പാരിതോഷികങ്ങൾ, പ്രമോഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ അവരുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് മികച്ചതാക്കുന്നതിന് വേണ്ടി അവർ പരമാവധി അവർക്കുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക, നല്ല നല്ല മോട്ടിവേഷൻസ് കൊടുക്കുക. അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള റിവാർഡ് മെക്കാനിസംസ് ഒക്കെ അവിടെ നടപ്പിലാക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് ക്ലിയർ ആണോ? Then fourth point, promoting a two-way system of communication between the supervisors and employees for clarifying expectations about the roles and accountabilities, discussing the functional organizational goals, offering regular and transparent feedback for improving employee performance and continuous coaching. ഇവിടെ പ്രൊമോട്ടിംഗ് ടു വേ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? ആരൊക്കെ തമ്മിലുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്? ആരൊക്കെ തമ്മിലുള്ളതാ? സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ അവരുടെ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള അല്ലെ. അവർ അങ്ങോട്ടും
ഇങ്ങോട്ടുമുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ഫോർ ക്ലാരിഫൈങ് എക്സ്പെക്ടേഷൻ, അതായത് എംപ്ലോയീസിന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലെ, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് ജോലിയാണോ ചെയ്യേണ്ടത്, അവരിൽ നിന്നും ഏത് രീതിയിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻസ് ആ എംപ്ലോയീസിന് വേണം. ശരിയല്ലേ? അബൌട്ട് ദ റോൾസ്, അവർ എന്ത് റോളാണ് അവിടെ ചെയ്യേണ്ടത്, അതുപോലെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, ആ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അവരുടെ റോൾ എന്ത് റോളാണ് അവരവിടെ പെർഫോം ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് അവരുടെ പ്രതീക്ഷകളെ കുറിച്ചും കൃത്യമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ നടത്തണമെങ്കിൽ അവിടെ സൂപ്പർവൈസേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള ഒരു നല്ലൊരു ടു-വേ കമ്മ്യൂണിക്കേഷൻ നടക്കണം. അതുപോലെ തന്നെ ഡിസ്കസിംഗ് ദ ഫങ്ഷണൽ ഓർഗനൈസേഷണൽ ഗോൾസ്, ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഗോളുകൾ എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഓഫറിംഗ് റെഗുലർ ആൻഡ് ട്രാൻസ്പാരന്റ് ഫീഡ്ബാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും അതുപോലെ തന്നെ ഈ എംപ്ലോയീസ് അതിനനുസരിച്ച് പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് റെഗുലർ ആയിട്ട് എന്ത് നൽകുക, അവർക്ക് ഒരു ട്രാൻസ്പാരന്റ് ആയിട്ട് മറയൊന്നുമില്ലാതെ, അതായത് അവർക്ക് എന്താണ് തോന്നുന്നത്, അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണോ ഫീഡ്ബാക്ക് പറയാൻ തോന്നുന്നത് അത് നേരെ ഡയറക്റ്റ് ആയിട്ട് അവരോട് തന്നെ അവർക്ക് ഫീഡ്ബാക്കുകൾ കൊടുക്കുക. അതിലൂടെ ഇംപ്രൂവിംഗ് എംപ്ലോയി പെർഫോമൻസ് ആൻഡ് കണ്ടിന്യൂസ് കോച്ചിങ്, അവരുടെ പെർഫോമൻസ് വളരെ മെച്ചപ്പെടുത്താനും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കോച്ചിങ് അവർക്ക് നൽകുകയും ചെയ്യുക. ഒരു പ്രൊമോട്ടിംഗ് എ ടു-വേ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടുത്തെ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സും അതുപോലെ തന്നെ എംപ്ലോയീസും തമ്മിൽ നല്ലൊരു ആശയവിനിമയ സംവിധാനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നല്ലൊരു ആശയവിനിമയം നടക്കുമ്പോൾ ആ എംപ്ലോയീസിന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അവരിൽ നിന്നും ആ ഒരു കമ്പനി എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ, ഏത് തരത്തിലുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത്, അവർ ഏത് റോളാണ് അവിടെ ചെയ്യേണ്ടത്, അതുപോലെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ അവരുടെ ഫങ്ഷണൽ ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സൂപ്പർവൈസേഴ്സിനോട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് റെഗുലർ ആയിട്ടുള്ള എന്ത് കൊടുക്കുക, ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് സൂപ്പർവൈസേഴ്സ് നൽകണം. അതിലൂടെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോച്ചിങ് കിട്ടുകയും അവരുടെ പെർഫോമൻസ് ലെവല് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം കൂടി അവർക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണോ ആ ഒരു സെന്റൻസ്? ഓക്കെ. Then next one, identifying the barriers to effective performance and overcoming those barriers through constant monitoring, coaching and development interventions. ഇനി എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ദ ബാരിയേഴ്സ്. ഇപ്പൊ എന്തെങ്കിലും വളരെ എഫക്റ്റീവ് ആയിട്ട് അവിടെ പെർഫോം ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തനം അല്ലെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ എന്താണെന്ന് കണ്ടെത്തുകയും ആൻഡ് ഓവർകം ദിസ് ബാരിയേഴ്സ്, ഈ തടസ്സങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിരന്തരം നമ്മൾ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുക, കൃത്യമായിട്ട് അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട കോച്ചിങ്ങുകൾ അവർക്ക് നൽകുക, ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ പ്രോഗ്രാംസ് ഉൾപ്പെടുത്തുക. അതിലൂടെയൊക്കെ എന്തൊരു തടസ്സം അവരുടെ പെർഫോമൻസിൽ നേരിട്ടാലും അതിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാരിയേഴ്സ്, അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ട്, ആ ഒരു തടസ്സം എന്താണ് അവരുടെ മുൻപിലുള്ളത്, അത് കണ്ടെത്തുകയും അതിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോച്ചിങ് ആയിക്കോട്ടെ, കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് പ്രോഗ്രാമുകളായിക്കോട്ടെ, കൃത്യമായിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളായിക്കോട്ടെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ്ലി നൽകുകയും ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ ബേസിസ് ഫോർ വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ, സ്ട്രാറ്റജിക് പ്ലാനിംഗ്, സക്സഷൻ പ്ലാനിംഗ് ആൻഡ് പ്രൊമോഷൻസ് ആൻഡ് പെർഫോമൻസ് ബേസ്ഡ് പേയ്മെന്റ്. ഇപ്പൊ ഇവിടെ ക്രിയേറ്റിംഗ് എ ബേസിസ്, ഒരു അടിസ്ഥാനം ഉണ്ടാക്കുക, അതായത് പല അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു ബേസിസ് ഉണ്ടാക്കുക. ഏത് രീതിയിലുള്ള സ്ട്രാറ്റജിക് പ്ലാനിംഗ് നമുക്ക് നടത്തണം, തന്ത്രപരമായിട്ടുള്ള ആസൂത്രണങ്ങൾ, സക്സഷൻ പ്ലാനിംഗ്, ഒരു സക്സസ് ഈ കമ്പനിയുടെ ഒരു ഗോള് നല്ല സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വിജയത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ പ്ലാനിങ് ചെയ്യണം അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യണം. പ്രൊമോഷൻസ്, എന്തൊക്കെ രീതിയിൽ പ്രൊമോഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെന്റുകൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അതിന് ഒരു ബേസിസ് ക്രിയേറ്റ് ചെയ്യുക, ഒരു അടിസ്ഥാനം ഉണ്ടാക്കുക. അപ്പൊ അതിനനുസരിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാൻ, ഒരു കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് പ്ലാൻ ചെയ്യുകയും അതിനനുസരിച്ച് അവിടുത്തെ എംപ്ലോയീസിനോട് പെർഫോം ചെയ്യാനായിട്ട് ഡയറക്ഷൻസ് നൽകുകയും ചെയ്യാം.
അതുപോലെ നമ്മുടെ സക്സഷൻ പ്ലാനിങ് വളരെ കൃത്യമായിട്ട് ആ ഒരു ഗോള് കൃത്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമുക്കൊരു വിജയകരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗോള് സക്സസ്ഫുൾ ആയിട്ട് അത് അറ്റൈൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം, അവരെ ഫോളോ ചെയ്ത് നടപ്പിലാക്കണം. അതിനുവേണ്ടിയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകാൻ പറ്റും. എന്തൊക്കെ രീതിയിൽ നമുക്ക് പ്രൊമോഷൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള പേയ്മെന്റ് സംവിധാനങ്ങൾ കൊടുക്കുക. അപ്പൊ നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് പേയ്മെന്റ് കിട്ടുമ്പോൾ അത് നമുക്കറിയാം. നമ്മുടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, നമ്മളോട് പറയണം നിങ്ങൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പേയ്മെന്റ്. അപ്പൊ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യോ ഇല്ലയോ? നമുക്ക് പെർഫോം നന്നായിട്ട് ചെയ്തില്ല എങ്കിൽ നമ്മുടെ പേയ്മെന്റ് കുറയും അല്ലേ? പേയ്മെന്റ് കുറയില്ലേ? അങ്ങനെ പേയ്മെന്റ് കുറയുമ്പോ ഇപ്പൊ സ്വാഭാവികമായിട്ടും ആ വരുന്ന ഓരോ എംപ്ലോയീസും നന്നായിട്ട് പെർഫോം ചെയ്യില്ലേ? ചെയ്യും അല്ലെ? അപ്പൊ അത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പ്ലാനുകളൊക്കെ അവിടെ നടപ്പിലാക്കുക. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ബേസ് അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം ക്രിയേറ്റ് ചെയ്യുക. Then ലാസ്റ്റ് പറയുന്നത് പ്രൊമോട്ടിംഗ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് അഡ്വാൻസ്മെന്റ്സ് ഇൻ ദ കരിയർ ഓഫ് ദ എംപ്ലോയീസ് ബൈ ഹെൽപ്പിംഗ് ദം ഇൻ ഒബ്റ്റെയിനിങ് ദ ഡിസൈർഡ് നോളജ് ആൻഡ് സ്കിൽസ്. അപ്പൊ ഇവിടെ അവരുടെ എംപ്ലോയീസിന്റെ കരിയറുമായി ബന്ധപ്പെട്ട ഗ്രോത്തും ഡെവലപ്മെന്റും അവരുടെ അഡ്വാൻസ്മെന്റ്സിന്റെ കരിയർ, അവരുടെ ആ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ നൂതന കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും വളർച്ചയും അവരുടെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എംപ്ലോയീസിന്റെ കരിയറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പേഴ്സണൽ ഗ്രോത്ത് ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ചുള്ള അറിവുകളായിക്കോട്ടെ, മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പ്രോത്സാഹിപ്പിക്കുക. ബൈ ഹെൽപ്പിംഗ് ദം ഇൻ ഒബ്റ്റെയിനിങ് ദ ഡിസൈർഡ് നോളജ് ആൻഡ് സ്കില്ല്, അവർക്ക് ആവശ്യമായിട്ടുള്ള നോളജ് സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു കരിയറിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു കരിയറിന്റെ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാവാം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള നോളജും സ്കില്ലും ഒക്കെ ആവശ്യമായിട്ടുള്ള നോളജും സ്കില്ലും ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർക്ക് ഇതുപോലെയുള്ള ട്രെയിനിങ് ആയിക്കോട്ടെ, ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളൊക്കെ ആയിക്കോട്ടെ, അതിനുള്ള അവസരങ്ങൾ നൽകുകയും അതിലൂടെ ആ എംപ്ലോയീസിന്റെ പേഴ്സണൽ ഗ്രോത്ത് ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കരിയർ ഗ്രോത്ത് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കി. മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ്. മെയിൻ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ മേജർ ഒബ്ജക്റ്റീവ്സ് ഒക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടാ. ഇൻക്ലൂഡഡ് ആയ രീതിയിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ഇതെന്ന് ചോദിച്ചാൽ ആ രീതിയിലുള്ള ആൻസർ കൊടുക്കാൻ പ്രാർത്ഥന ഒക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടാ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ. നമ്മൾ നെക്സ്റ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആണ് കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയയെ കുറിച്ചാണ് നമ്മൾ ഇനി ഓരോ സ്റ്റേജസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. The performance management process is a collaborative communication based process where employees and management work together to plan, monitor and review the employees' objectives, long-term goals
job trajectory and comprehensive contribution to the company. ഒരു performance management process എന്ന് പറഞ്ഞാൽ is a collaborative, ഇത് സഹകരിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ആരൊക്കെ തമ്മിൽ സഹകരിച്ചുകൊണ്ടുള്ളത്? അവിടുത്തെ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ, അല്ലെ? മാനേജ്മെന്റും എംപ്ലോയീസും കൂടി ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് നല്ല ആശയവിനിമയങ്ങൾ നടത്തി അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രോസസ് അല്ലെങ്കിൽ പ്രക്രിയയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ് വർക്ക് ടുഗദർ, അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി? ടു പ്ലാൻ, മോണിറ്റർ ആൻഡ് റിവ്യൂ ദ എംപ്ലോയീസ് ഒബ്ജക്റ്റീവ്സ്, എംപ്ലോയീസിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാൻ, അതുപോലെ ലോങ് ടേം ആയിട്ടുള്ള ഗോളുകളെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ, അതുപോലെ തന്നെ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യാൻ, അല്ലെ, നിരീക്ഷിക്കാൻ, അത് റിവ്യൂ ചെയ്യുക, അവലോകനം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആരും ഒരുമിച്ച് എന്നാ പ്രവർത്തിക്കുന്നത്? എംപ്ലോയീസും മാനേജ്മെന്റും ഒരുമിച്ച് നിന്നാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ നല്ലൊരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ആരെയും കൂടി പങ്കാളികളാക്കുന്നുണ്ട്. അവിടെ എംപ്ലോയീസിനെയും കൂടി പങ്കാളികളാക്കുന്നുണ്ട്, അല്ലെ? ഒരിക്കലും അവിടെ എംപ്ലോയീസിനെ മാറ്റി നിർത്തി മാനേജ്മെന്റ് മാത്രം തീരുമാനമെടുത്ത് എംപ്ലോയീസിനോട് അതനുസരിക്കാൻ പറയുകയല്ല ചെയ്യുന്നത്. മറിച്ച് എന്താണ്? അവരെ കൂടി പങ്കാളികളാക്കിയിട്ട്, അല്ലെ, ഒരുമിച്ച് മാനേജ്മെന്റും എംപ്ലോയീസും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, അവർ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങള്, ഒരു ലോങ് ടേം ആയിട്ടുള്ള എന്തൊക്കെ ഗോളുകളാണ് അവർ അറ്റൈൻ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെ അത് മോണിറ്റർ ചെയ്യാം, എങ്ങനെ അത് അവലോകനം ചെയ്യാം, ഇതിനെ കുറിച്ചുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിസ്കഷൻസും അതുപോലെ കൃത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ടതും അത് കൃത്യമായിട്ട് അതൊന്ന് രൂപപ്പെടുത്തേണ്ടതും ആര് തന്നെയാണ്? ഇവിടെ രണ്ട് കൂട്ടരും ഒരുമിച്ച് നിന്നാണ്, എംപ്ലോയീസും മാനേജ്മെന്റും ഒരുമിച്ച് വർക്ക് ചെയ്താണ് ചെയ്യുന്നത്. ആ കോംപ്രിഹെൻസീവ് കോൺട്രിബ്യൂഷൻ ടു ദ കമ്പനി, അതിലൂടെ ആ ഒരു കമ്പനിക്ക് ഏറ്റവും സമഗ്രമായിട്ടുള്ള ഒരു സംഭാവനകൾ നൽകാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കൊളാബറേറ്റീവ് ആണ്, സഹകരിച്ചുകൊണ്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ്. അവിടെ എംപ്ലോയീസും മാനേജ്മെന്റും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു അവർ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ച്, ലോങ് ടേം ആയിട്ടുള്ള ഗോളുകളെ കുറിച്ചും അത് എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ അത് മോണിറ്റർ ചെയ്യണം, എങ്ങനെ അത് റിവ്യൂ ചെയ്യണം മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുമിച്ച് പ്ലാൻ ചെയ്യുകയും അതിലൂടെ അതുപോലെ അവർ ജോബ് ട്രാൻസ്ഫർ ഏത് പാതയിലൂടെ അവർ ജോലി ചെയ്യണം, ഏത് രീതിയിലൂടെ അവർ ജോലി ചെയ്യണം അതിനെ കുറിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു. അതിലൂടെ നമുക്ക് ആ ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു നല്ല സംഭാവന നൽകാനും ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിലൂടെ സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ, ഈ ഒരു പ്രോസസ് നമ്മൾ 4 സ്റ്റെപ്പായിട്ടാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ്, സെക്കൻഡ് വൺ ആണ് കോച്ചിങ്, തേർഡ് വൺ ആണ് റിവ്യൂവിങ് ആൻഡ് ഫോർത്ത് വൺ ആണ് ആക്ഷൻ. ഈ 4 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ ഇത് പഠിക്കുന്നത് കേട്ടോ. ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം 4 സ്റ്റെപ്പുകളിലൂടെയാണ് പഠിക്കുന്നത്. അപ്പൊ അതിൽ ഓരോന്നിനും കുറച്ച് സ്റ്റേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അല്ലെ, ആദ്യത്തെ സ്റ്റേജ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്തൊരു കാര്യത്തിന്റെയും ആദ്യത്തെ സ്റ്റേജ് പ്ലാനിങ് ആണ്, അല്ലെ. നമ്മൾ അതിനെ ആസൂത്രണം ചെയ്തിട്ടാണ് പിന്നെ അത് നടപ്പിലാക്കുക, അല്ലെ. എവിടെയും ആദ്യത്തെ പ്ലാനിങ്ങിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഡിഫൈനിങ് സ്റ്റേജ്, നിർവചിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് പ്ലാനിങ് മുതൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു പോവാം. ഇത്രയും എടുത്ത ഭാഗം വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.